നമസ്കാരം, സുഹൃത്താണ് മറ്റൊരു എൻട്രൻസ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷനിലെ ഇത്തിരി സിംപ്ലിഫിക്കേഷൻ ഉള്ളൊരു ക്വസ്റ്റൻ ആണ് എടുത്തേക്കുന്നത്. ഇനി നമ്മളിങ്ങനെ ചെറിയ ചോദ്യങ്ങൾ മാത്രമായിട്ട് പഠിക്കരുത്, നന്നായിട്ട് ചെയ്യാനുള്ളത് മീൻസ് നിങ്ങൾ കുറെ സ്റ്റെപ്പുകൾ എഴുതി ഫൈനൽ ആൻസറിൽ എത്തുന്ന ക്വസ്റ്റൻസുകൾ നിങ്ങൾ തന്നെ പ്രാക്ടീസ് ചെയ്യണം. ഈ പ്രോബ്ലം തന്നെയാണെങ്കിൽ ഞാനൊന്ന് ചെയ്ത ശേഷം നിങ്ങളൊന്ന് ഫുൾ മനസ്സിലാക്കിയ ശേഷം തന്നെ ചെയ്യണം. ഇടയ്ക്ക് ഒരു സ്റ്റെപ്പ് പോലും നോക്കരുത്. എന്നിട്ട് നിങ്ങൾ എത്രമാത്രം സമയം എടുക്കുന്നു, എന്തുമാത്രം ശരിയാവുന്നു എന്ന് നോക്കണം. എന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വലിയ ചോദ്യങ്ങളൊക്കെ ചെയ്ത് എക്സാമിന് എത്താൻ പറ്റുള്ളൂ. ഓക്കെ, ക്വസ്റ്റിലേക്ക് ഒന്ന് വായിച്ചു നോക്കിക്കേ. y is equal to tan inverse root of 1 plus x square minus root of 1 minus x square by root of 1 plus x square plus root of 1 minus x square then dy by dx equal ഓപ്ഷൻ. ഓക്കെ, ഇതൊക്കെ ചെയ്യുന്നത് അത്ര ഈസി ഒന്നും അല്ല, നിങ്ങൾക്ക് കണ്ട ക്വസ്റ്റൻ കാണുമ്പോൾ മനസ്സിലാവും. പക്ഷെ ഇവിടുത്തെ ഒരു ക്ലൂ എന്ന് പറഞ്ഞാൽ റൂട്ടിനുള്ളിൽ കിടക്കുന്ന ടേംസുകളെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷന്റെ ഭാഗമാണ്. അത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഈ പ്രോബ്ലം നമുക്ക് ചെയ്യാൻ പറ്റാത്തത്. അതിനുള്ള പരിചയം നിങ്ങൾക്ക് ആയിട്ടില്ല. ഇങ്ങനെ കണ്ടും കേട്ടും ഒക്കെ ചെയ്ത് വേണം പരിചയമാകാൻ. ഓക്കെ, ഇവിടെ ഈ 1 പ്ലസ് എക്സ് സ്ക്വയർ 1 മൈനസ് എക്സ് സ്ക്വയർ, ഇവിടെ എല്ലാം അതേ ടേംസുകളാണ്, പ്ലസ് മൈനസ് മാറിയിട്ടേ ഉള്ളൂ. ഈ എക്സ് സ്ക്വയർ കണ്ടോ, ഈ എക്സ് സ്ക്വയർ റൂട്ടിൽ നിന്ന് എന്തായാലും പുറത്ത് വരണം. ഈ റൂട്ട് ഇട്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ വലിയ പാടാണ്. അപ്പൊ റൂട്ടിൽ നിന്ന് പുറത്ത് വരാൻ വേണ്ടി നമ്മൾ ഈ എക്സ് സ്ക്വയർ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. ഈ 4 എക്സ് സ്ക്വയർ നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. കൊടുക്കുന്നത് കോസ് തീറ്റ എന്നും ആകാം, കോസ് 2 തീറ്റ എന്നും ആകാം, എന്തായാലും കുഴപ്പമില്ല. ഞാനിപ്പോ കോസ് 2 തീറ്റ എന്ന് കൊടുക്കാം. പുട്ട് എക്സ് സ്ക്വയർ ഈക്വൽ എത്രയാണ്, കോസ് 2 തീറ്റ. ഇപ്പോഴൊന്നും ഡിഫറൻഷിയേഷൻ നടത്തുന്നൊന്നുമില്ല കേട്ടോ, ഇപ്പോഴൊന്നും ഡെറിവേറ്റീവിന്റെ പണിയേ ഇല്ല. ഇവനെ ഒന്ന് ചെറുതാക്കട്ടെ, ഇതൊരു വലിയൊരു ക്വസ്റ്റൻ അല്ലേ. ഇവനെ ചെറുതാക്കിയിട്ട് വേണം നമുക്ക് ഡിഫറൻസിയേഷൻ നടത്താൻ. ഇപ്പൊ എക്സ് സ്ക്വയർ ഈക്വൽ കോസ് 2 തീറ്റ ആണെങ്കിൽ അവിടുന്ന് 2 തീറ്റ ഈസ് ഈക്വൽ എത്ര കിട്ടും, കോസ് ഇൻവേഴ്സ് എക്സ് സ്ക്വയർ. ഓക്കെ, അത്രയൊക്കെ ഇവിടെ കിടക്കട്ടെ. ഇനി നമ്മുടെ ക്വസ്റ്റനിലോട്ട് വരാം. therefore y ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ്. സിംപ്ലിഫിക്കേഷൻ എല്ലാം ശ്രദ്ധിക്കണം. ഞാൻ ഈ ചെയ്യുന്ന എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. ഒന്ന് നോക്കിയിരിക്കുക എന്നുള്ള ഒരു ചെറിയ പണി അത്രയേ ഉള്ളൂ. ഓക്കെ, that is root of 1 plus cos 2 theta minus root of 1 minus cos 2 theta by root of 1 plus cos 2 theta plus root of 1 minus cos 2 theta. ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. ഓക്കെ, എല്ലാ വാല്യൂസ് കൊടുത്തു. that is equal to tan inverse. അപ്പൊ എന്തിനാണ് ഇങ്ങനെ കൊടുക്കുന്നത് എന്നുള്ളതാണ് അടുത്ത പണി. ഇയാളൊരു വളരെ ഫേമസ് എക്സ്പ്രഷൻ ആണ് 1 plus cos, അതുപോലെ 1 minus cos. 1 plus cos 2 തീറ്റ എന്ന് പറഞ്ഞാൽ 2 cos സ്ക്വയർ തീറ്റ എന്നാണ്. 2 cos സ്ക്വയർ തീറ്റ. അതുപോലെ ഇവിടെ വരുമ്പോൾ റൂട്ട് ഓഫ് 1 മൈനസ് കോസ് 2 തീറ്റ എന്ന് പറഞ്ഞാൽ 2 സൈൻ സ്ക്വയർ തീറ്റ. അപ്പൊ ഈ വാല്യൂ അറിഞ്ഞെങ്കിൽ ഇങ്ങനെ കൊടുക്കാൻ തോന്നുള്ളൂ കേട്ടോ. നിങ്ങൾ ഓർത്തോണം, 1 പ്ലസ് കോസ് 1 മൈനസ് കോസ് വളരെ ഫേമസ് ആയിട്ടുള്ള 2 എക്സ്പ്രഷൻസ് ആണ്. അപ്പൊ 1 പ്ലസ് കോസ് കണ്ട 2 കോസ് സ്ക്വയറും 1 മൈനസ് കോസ് കണ്ട 2 സൈൻ സ്ക്വയറും. ഡിനോമിനേറ്റർ അത് തന്നെയാണ്, റൂട്ട് ഓഫ് 2 cos സ്ക്വയർ തീറ്റ പ്ലസ് റൂട്ട് ഓഫ് 2 സൈൻ സ്ക്വയർ തീറ്റ. ഓക്കെ, ഇത്രയൊക്കെ എഴുതി. ഇപ്പൊ റൂട്ടിൽ നിന്നൊക്കെ നോക്കിക്കാൻ കോസ് സ്ക്വയർ കോസ് തീറ്റ പുറത്ത് വരും, സൈൻ സ്ക്വയർ സൈൻ തീറ്റ പുറത്ത് വരും, ഇവിടെ അതേപോലെ പുറത്ത് വരും. ബാക്കി എന്തൊക്കെയാ നോക്കിക്കേ. ടാൻ ഇൻവേഴ്സ് ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, റൂട്ട് 2 പുറത്ത് കോസ് തീറ്റ കേട്ടോ, മൈനസ് റൂട്ട് 2 സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ഇവിടെ അതുപോലെ തന്നെയാണ് റൂട്ട് 2 കോസ് തീറ്റ പ്ലസ് റൂട്ട് 2 സൈൻ തീറ്റ. ഇത്രയും ഓക്കെ ആണ്. ഇപ്പൊ ന്യൂമറേറ്റർ 2 ടൈംസിൽ റൂട്ട് 2 ഉണ്ട്, റൂട്ട് 2നെ കോമൺ എടുക്കാം. ഡിനോമിനേറ്റർ 2 ടൈമിൽ റൂട്ട് 2 ഉണ്ട്, റൂട്ട് 2നെ കോമൺ എടുക്കുമ്പോൾ റൂട്ട് 2 അങ്ങ് ക്യാൻസൽ ആയിക്കോളും. പിന്നെ ഇനി റൂട്ട് 2നെ നിങ്ങൾക്ക് കാണാനേ ഇല്ല കേട്ടോ. ബാക്കിയുള്ള എക്സ്പ്രഷൻസുകൾ എഴുതുമ്പോൾ ദാറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ. അതും ഓക്കെ അല്ലേ. ഇതൊരു മറ്റൊരു എക്സ്പ്രഷനാണ്, കോസ് മൈനസ് സൈൻ ബൈ കോസ് പ്ലസ് സൈൻ. വളരെ ഫേമസ് ആയിട്ടുള്ള മറ്റൊരു എക്സ്പ്രഷൻ ആണ്. ഇവിടെ എല്ലാം നമ്മൾ കോസ് കൊണ്ടൊക്കെ ഡിവൈഡ് ചെയ്താണ് ആ എക്സ്പ്രഷനെ നമ്മൾ അങ്ങോട്ട് മാറ്റി പോകുന്നത്. പക്ഷെ ഇതൊക്കെ നിങ്ങളൊരു എൻട്രൻസിന് പഠിക്കുന്ന ആള് ഇങ്ങനൊരു എക്സ്പ്രഷൻ കണ്ടാൽ അത് ടാനിന്റെ ഒരു റിസൾട്ട് ആയിട്ട് ഓർത്തിരിക്കണം. ഇവിടോട്ട് എഴുതാം, ദാറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് കോസ് മൈനസ് സൈൻ ബൈ കോസ് പ്ലസ് സൈൻ ആണെങ്കിൽ ദാറ്റ് ഈസ് ടാൻ ഓഫ് പൈ ബൈ 4 മൈനസ് തീറ്റ എന്ന് എഴുതാം. ഓക്കെ, പൈ ബൈ 4 മൈനസ് ആരാണ്, തീറ്റ, മറന്നു പോകരുത്. ഓക്കെ അല്ലേ. ഇപ്പൊ ടാൻ ഇൻവേഴ്സ് ടാൻ പൈ ബൈ 4 മൈനസ് തീറ്റ. അപ്പോൾ കോസ് മൈനസ് സൈൻ ബൈ കോസ് പ്ലസ് സൈൻ ആകുമ്പോൾ കോസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 മൈനസ് ടാൻ ബൈ 1 പ്ലസ് ടാൻ, 1നെ ടാൻ പൈ ബൈ 4 എന്ന് കൊടുത്ത് ടാൻ എ മൈനസ് ടാൻ ബി ബൈ 1 പ്ലസ് ടാൻ ടാൻ ബി, അങ്ങനെയാണ് കേട്ടോ ടാൻ ഓഫ് എ മൈനസ് ബി. ഓക്കെ, അപ്പൊ ടാൻ ബേസിലുള്ള ടാൻ വന്ന് രണ്ടോടെ പോയി ബാക്കി ആരെ കിട്ടുമ്പോൾ പൈ ബൈ 4 മൈനസ് തീറ്റ, ദാറ്റ് ഈസ് പൈ ബൈ 4 മൈനസ് തീറ്റ. നോക്കിക്കേ,
ഇവിടെ 2 തീറ്റ കോസ് ഇൻവേഴ്സ് എക്സ് സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ തീറ്റ ഈക്വൽ 1/2 കോസ് ഇൻവേഴ്സ് എക്സ് സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ, ഇത്രയൊക്കെ കുഴപ്പമില്ലാതെ എത്തിയെ നോക്കണം കേട്ടോ. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ തലയിലുണ്ടെങ്കിൽ ഇത് മുന്നോട്ട് പോവുള്ളൂ. ഇങ്ങനെയൊക്കെ പഠിച്ചെങ്കിലേ നമുക്ക് രക്ഷപ്പെടാനും പറ്റുള്ളൂ, നല്ല ജോലി കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ സാധാരണ ഒരു ജോലിയിൽ നമ്മൾ ഒതുങ്ങിപ്പോകും. ഓക്കെ, അപ്പൊ ഇത്ര ഇനിയാണ് നമ്മൾ ഇപ്പൊ ഇത് വയ്യയുടെ വാല്യൂ കണ്ടോ. വയ്യ നമ്മളിങ്ങനെ വലിയ ക്വസ്റ്റിനെ ചെയ്ത് വന്ന് ഇങ്ങനെ ചെറുതാക്കി ഇത്രയും കിട്ടി. Therefore, dy by dx. What is dy by dx? Derivative pi/4 0 constant. 1/2 cos inverse x square. അവിടെയാണ് പ്രശ്നം. ഈ കോസ് ഇൻവേഴ്സ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ്. അപ്പൊ നമ്മൾ കോസ് ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് ഓർമ്മയാണ്. വാട്ട് ഇസ് ദ ഡെറിവേറ്റീവ് ഓഫ് കോസ് ഇൻവേഴ്സ് എക്സ്? -1/√1 - x സ്ക്വയർ ആണ്. ഞാനപ്പോ ഇവിടെ ഇട്ടൊന്ന് എഴുതാം, ശ്രദ്ധിച്ചിരുന്നോ? കോസ് ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് -1/√1 - x സ്ക്വയർ ആണ്. ഇവിടെ ഇപ്പൊ കോസ് ഇൻവേഴ്സ് എക്സിന്റേതാ, ഇവിടെ നമുക്ക് വേണ്ടത് കോസ് ഇൻവേഴ്സ് എക്സ് സ്ക്വയറിന്റേതാ. ഈ എക്സ് ആയപ്പോൾ ഇവിടെ എന്ത് വന്നു? എക്സ് സ്ക്വയർ വന്നു എന്ന് പറഞ്ഞാൽ ഇയാളുടെ സ്ക്വയർ. അപ്പൊ ഇവിടെ ഓൾറെഡി എക്സ് സ്ക്വയർ ആ. അപ്പൊ -1/√1 - x സ്ക്വയറിന്റെ സ്ക്വയർ x⁴. ഓക്കെ ആണല്ലോ. ഇവിടെ എക്സ് വന്നപ്പോൾ എക്സ് സ്ക്വയർ, അപ്പൊ ഇവിടെ എക്സ് സ്ക്വയർ വന്നാൽ എക്സ് സ്ക്വയറിന്റെ സ്ക്വയർ x⁴. തീർന്നില്ല. പിന്നെ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ഇവിടെ എഴുതണം 2x. ഓക്കെ ആണല്ലോ, 2x. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ നമുക്ക് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 എന്തായി പോയി മോനെ? ക്യാൻസൽ ആയി. 2 മൈനസ് പ്ലസ് ആയി. ബാക്കി x/√1 - x⁴. x/√1 - x⁴ ആണ് ഫൈനൽ ആൻസർ. 2 മൈനസ് പ്ലസ് ആയി x ഉണ്ടല്ലോ. ഇത്രയും ചെയ്യാനുണ്ട്. നിങ്ങൾ ഇത്രയൊക്കെ ചെയ്ത് പ്രാക്ടീസ് ആവുന്ന ഒരാൾക്ക് എൻട്രൻസിനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ചെറിയ ചോദ്യങ്ങൾ എനിക്ക് അത്രേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അത്രേ നമുക്ക് റാങ്ക് കിട്ടുള്ളൂ, അത്രേ ഒരു കോഴ്സ് കിട്ടത്തുള്ളൂ, അതിനനുസരിച്ചുള്ള ജോലി കിട്ടത്തുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ശ്രമിച്ചാൽ നന്നായിട്ട് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. നല്ല സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ ഉറപ്പായിട്ടും പറ്റിയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട്. പിന്നെ നമ്മുടെ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. ഓക്കെ, ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് എക്സാമിന് വേണ്ടിയുള്ള ക്ലാസ്സുകൾ അടിപൊളിയായിട്ട് തന്ന അതിന്റെ കൂടെ തന്നെ മെറ്റീരിയൽ എന്നുള്ള ക്ലാസ് ആണ്. താഴെ തന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഗുഡ് ബൈ.